ഹോം ബൈയിങ് പ്രോസസ്സിൽ റൈറ്റ് മൈൻഡ് സെറ്റ് ഫോർ ഹോം ബൈയിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ റൈറ്റ് മൈൻഡ് സെറ്റ് ഫോർ ഹോം ബൈയിങ്ങിൽ നമ്മുടെ ഹോം ബൈയിങ്ങിനെ ഡയറക്റ്റ് ബാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹോം ബൈയിങ്ങിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 വർഷം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ഫിയറോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റോ നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിനെ ഓവർകം ചെയ്ത് വരുന്ന ഒരു തീരുമാനം നമ്മൾ ഈ ഒരു ഹോം ബൈയിങ് പ്രോസസ്സിൽ എടുക്കാൻ പാടില്ല. അതാണ് ഈ ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് ഈ ആദ്യത്തെ കാര്യത്തിൽ പ്രാധാന്യമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫസ്റ്റ് ഹൗസ് സെക്കൻഡ് എന്നാണ്. അതായത് നമ്മുടെ ഫൈനാൻസിന് ഫിറ്റ് ആകുന്ന ഒരു ഹോമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അപ്പം അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നീഡ്സ് ഓവർ വാണ്ട്സ് എന്നാണ്. അതായത് നമ്മുടെ ഒരു ലൊക്കേഷനും നമ്മുടെ ഒരു വീടിൻ്റെ ലേഔട്ടും അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു വീടിൻ്റെ പുറമേ കാണുന്ന ഭംഗിയോ അല്ലെങ്കിൽ അകമേ കാണുന്ന ഭംഗിയേക്കാൾ പ്രാധാന്യമുള്ളത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഹോം ബൈയിങ് പ്രോസസ്സിൽ. ഹോം ബൈയിങ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ആക്ച്വലി ബി പേഷ്യൻറ്റ് ബട്ട് പ്രിപ്പയർഡ്. നമ്മൾ വീടിൻ്റെ എല്ലാ ലിസ്റ്റിങ്ങും നമ്മൾ ചേസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമ്മൾ വളരെ സമയമെടുത്ത് ഈ ഒരു വീട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വളരെ പേഷ്യൻസോട് കൂടി നമ്മൾ വർക്ക് ചെയ്യുക. അതൊരു ഒരു നല്ല ഹോം കണ്ടെത്താൻ ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. ഹോം ബൈയിങ് പ്രോസസ്സിൽ പിന്നെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് എക്സ്പെക്ട് കോംപ്രമൈസ് എന്ന് പറയുന്നത്. നോ ഹോം ഈസ് പെർഫെക്റ്റ്. നമുക്ക് എയിം ഫോർ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഹോം ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ചില കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം. നല്ലൊരു വാല്യൂ ഉള്ള ഹോം നമ്മൾ മേടിക്കുന്ന പൈസയ്ക്ക് വാല്യൂ ആണോ എന്ന് നോക്കിയിട്ട് മേടിക്കുക. അതാണ് ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് നമുക്ക് ഈ ഹോം ബൈയിങ് പ്രോസസ്സിൽ വേണ്ടത്. പിന്നെ ഹോം ബൈയിങ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഘടകമാണ് ട്രസ്റ്റ് ഡേറ്റ നോട്ട് നോയ്സ്. അതായത് മാർക്കറ്റ് ട്രെൻഡ്സുകൾ പല വിധത്തിൽ ന്യൂസുകൾ മാറി മറിയും. പക്ഷെ നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡേറ്റയും നമ്മളെ ഈ ഫിഗേഴ്സുമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഈ എല്ലാ മൈൻഡ് സെറ്റും നമ്മൾ പോസിറ്റീവായിട്ട് കൊണ്ടുപോയാലും ഗെറ്റ് ദ റൈറ്റ് ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായിട്ടുള്ള റിയാൽറ്റർ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് തരുന്ന ലെൻഡർ, ഒരു നല്ല ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കോസ്റ്റ്ലി മിസ്റ്റേക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അപ്പോൾ കൂടുതൽ കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയ വീഡിയോസിന് അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.